Hello everyone, we are moving to question number 12. Question വായിച്ചു നോക്കൂ. A sand dropper drops sand of mass m of t on a conveyor belt at a rate proportional to the square root of the speed of the belt, that is dm by dt, directly proportional to root v. If p is the power delivered by the to run the belt at a constant speed, then which of the following relationship is true? സോ പവറും സ്പീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സോ പവർ എങ്ങനെ വെലോസിറ്റിയെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദ്യം. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വാട്ട് ഇസ് പവർ? പവർ ഇസ് ഈക്വൽ ടു 4f.v. ഈ ഒരു ചോദ്യം നടക്കുന്ന വർക്ക് എനർജി പവറിലുള്ള ടേമാണ് പവർ കണ്ടുപിടിക്കാൻ. പക്ഷേ ഇതിലെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ലോസ് ഓഫ് മോഷനിലെ ഫോഴ്സിന്റെ ഇക്വേഷൻ വേണം. ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന ഇക്വേഷൻ അല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. മാസ് വാരിയബിൾ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോസ് ഓഫ് മോഷനും വർക്കും കൂടി മിക്സ് ചെയ്ത രീതിയിലുള്ള ഒരു ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്ക്, എഫ് എന്ന് പറയാൻ എന്താ? ഡി ബൈ ഡി ടി ഓഫ് മൊമെന്റം അല്ലേ. വാട്ട് ഇസ് മൊമെന്റം? എം ഇൻറ്റു വി. ഇവിടെ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഡി എം ഡിവൈഡ് ബൈ ഡി ടി വരും. ഹിയർ ഡി എം ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ സി എന്നെടുക്കാം, സി ഇൻറ്റു റൂട്ട് വി എന്നെടുക്കാം. റൂട്ട് വി എന്ന് പറഞ്ഞാൽ വി റേസ് ടു 1/2, ദാറ്റ് വിൽ വി പ്ലസ് വി റേസ് ടു 1/2, വി ഇൻറ്റു വി റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 3/2 കിട്ടും. സോ ഇവിടുത്തെ ഫോഴ്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സി ഇൻറ്റു വി റേസ് ടു 3/2. ഈ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പവർ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വി റേസ് ടു 3/2 ഇൻറ്റു വി എന്ന് വരും. സോ സി ഇൻറ്റു വി റേസ് ടു 1 പ്ലസ് 3/2 എന്ന് പറയുന്ന സമയത്ത് 5 ഡിവൈഡ് ബൈ 2. സോ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 5 ഡിവൈഡ് ബൈ 2. ഇവിടെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പിയുടെ സൈഡ് സ്ക്വയർ ചെയ്താൽ, ഇവിടെ സ്ക്വയർ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ 5 ആയിട്ട് മാറും. 1/2 സ്ക്വയർ എടുക്കുമ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോകും. So P square is directly proportional to V raised to 5 എന്നുള്ള ആൻസർ ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. P square is directly proportional to V raised to 5. ആൻസർ ഈസ് ഓപ്ഷൻ 4. സോ വർക്ക് എനർജി പവർ ആൻഡ് ലോസ് ഓഫ് മോഷൻ രണ്ട് ഇക്വേഷൻസും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. സോ താങ്ക് യു ഓൾ ഓഫ് യു.